നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 580 580. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 2-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരദ ഉവാച. ശ്ലോകം 1. ഭ്രാതര്യേവം വിനിഹതേ ഹരിണാ ക്രോഡമൂർത്തിനാ ഹിരണ്യകശിപു രാജൻ പര്യതപ്യദൃശാശുജാം. ഹേ രാജാവേ, വരാഹരൂപം ധരിച്ച ഹരിയിൽ ഭ്രാതാവ് ഇപ്രകാരം ഹനിക്കപ്പെട്ടപ്പോൾ ഹിരണ്യകശിപു ക്രോധം കൊണ്ടും ക്ലേശം കൊണ്ടും പരിതപിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് സാധാരണ നിലയ്ക്ക് മനുഷ്യ സഹജമാണ്. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ സാധിക്കില്ല ആൾക്കാർക്ക്, പ്രത്യേകിച്ച് രജോ ഗുണപ്രധാനികളാവുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. പെണ്ണ് തെരഞ്ഞതാ, ക്ഷമിക്കണം. അപ്പോൾ ഭഗവാന്റെ പേരിൽ ദ്വേഷമുണ്ടായതുകൊണ്ട് തന്നെ ആണ് ഭഗവത് ഭക്തനായ പുത്രനിലും ഹിരണ്യകശിപുവിന് ദ്വേഷമുണ്ടായത്, അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പോൾ എന്നുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് നാരദൻ യുധിഷ്ഠിര മഹാരാജാവിനോട് ഈ വിധം പറഞ്ഞു. അപ്പോൾ ഇവിടെ കഥ നാരദനും ധർമ്മപുത്രനും കൂടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, ഹേ രാജൻ, സഹോദരനെ വരാഹമൂർത്തിയായി അവതരിച്ച ശ്രീഹരി വധിച്ചതായി അറിഞ്ഞപ്പോൾ ഹിരണ്യകശിപു ഭഗവാനിൽ ക്രോധം കൊണ്ടും സഹോദര നാശത്തിൽ ക്ലേശം കൊണ്ടും പരിതപിച്ചതുകൊണ്ട് മരണപ്പെട്ട ആൾക്കാർ മടങ്ങി വരില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ സത്യവസ്തുവിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരാണ് സുസൈഡ് ചെയ്യണത്. ഈ സുസൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമല്ല. തന്നെ വന്ന ജീവൻ തന്നെ പോകണമെന്നാണ് പറയുക. അപ്പോൾ അണ്ടർ പ്രഷർ ആൾക്കാർ പലതും ചെയ്യും, പലതും ആലോചിക്കും. അത് അജ്ഞാനമാണ്. അതാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ ശ്ലോകം 2ഉം 3ഉം ഒപ്പം പോവും, അർത്ഥം പറയേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട്. ആഹ ച ഇദം രുഷാ ഗൂർണ സന്ദഷ്ടദശനശ്ചതാ കോപോജ്വലഭ്യാം ചക്ഷുർഭ്യാം നിരീക്ഷൻ ധൂമ്രമംബരം കരാളദം ശോഗ്രദൃഷ്ട്യാ ദുഷ്പ്രേക്ഷ്യാ ഭ്രൂകുടീമുഖ ശൂലമുദ്യമ്യ സദസി ദാനവാനിതം അബ്രവീത്. ഇങ്ങനെ പറഞ്ഞു എന്ന് തന്നെ അവസാനിപ്പിച്ചത്. ഇനി അതിൻ്റെ വാക്കാർത്ഥം. ഇതിനെ പറയുകയും ചെയ്തു. എങ്ങനെ പറഞ്ഞു? രോഷത്താൽ വിറയ്ക്കുന്നവനും, ഈ ദേഷ്യം അസാമാന്യമായിട്ട് കയറിയാൽ ശരീരം വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ വിറയ്ക്കുന്നവനും ബലമായി ദംശിച്ച ചുണ്ടുകൂടിയവനും, ദേഷ്യം വന്ന പല്ല് കടിക്കുക, ചുണ്ട് കടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെയോ കോപത്താൽ അതിശയേന ജ്വലിക്കുന്ന, ഇതുവരെ ഇല്ലാത്തൊരു ജ്വലനം. എന്തിന്? ക്രോധം കൊണ്ട് കണ്ണ് ചോര പൊടിയുന്ന കൂട്ടത്തിലേക്കാവും. അതിശയേന ജ്വലിക്കുന്ന നേത്രങ്ങൾ കൊണ്ട് പുക നിറഞ്ഞിരിക്കുന്ന ആകാശത്തെ നോക്കുന്നവനും, ഭയങ്കര ദംശയാൽ ഉഗ്രമായ ദൃഷ്ടിഹേതുവായിട്ട് നോക്കുവാൻ കൂടി സാധിക്കാത്ത വിധം ചലിപ്പിക്കുന്ന പുരുകങ്ങളോടുകൂടിയ, മുഖത്തൊക്കെ അങ്ങോട്ട് നോക്കാൻ പറ്റില്ല, പുരികങ്ങൾ ഡിസ്കോ ഡാൻസ് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ അർത്ഥം അത്രയും ദേഷ്യത്തിന് വംശംബദനായി എന്നർത്ഥം.
മുഖത്തോടു കൂടിയവനായിട്ട് സദസ്സിൽ ശൂലത്തെ ഉയർത്തിയിട്ട് അസുരന്മാരോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഇപ്രകാരം പറയുകയും പറയുന്ന സമയത്തെ ഭാവപകർച്ച 2 പദ്യങ്ങൾ കൊണ്ട് വർണ്ണിക്കുന്നു. ദേഷ്യം അധികരിച്ചതിനാൽ ശരീരാവയവങ്ങൾ മുഴുവനും ചലിക്കുന്നുണ്ട്. താഴത്തെ ചുണ്ടിനെ അമർത്തി കടിച്ചിരിക്കുന്നു. കോപാവേശത്താൽ കലങ്ങിമറിഞ്ഞ തീക്കട്ടകൾ പോലെ ഇരിക്കുന്ന കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന പുക വ്യാപിച്ച് ധൂമ്രവർണ്ണമായിരിക്കുന്ന ആകാശത്തിലേക്ക് ദൃഷ്ടികളെ വ്യാപിപ്പിച്ചു. ഭയങ്കരങ്ങളായ ദ്രംശകളോടുകൂടി തുറിച്ചുനോട്ടത്താലും വളഞ്ഞ പുരികങ്ങളാലും മുഖത്ത് നോക്കാൻ പോലും മറ്റുള്ളവർക്ക് സാധിക്കുകയില്ല. ഈ വിധം ഭാവപ്പകർച്ചയോടുകൂടി, ശരിക്കും നമ്മുടെ ഭാവം സാത്വികമായിരിക്കണം. ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം ഒക്കെ ആയിരിക്കേണ്ട ആൾക്കാരാണ് ഇങ്ങനെ പറയാൻ പാടില്ലാത്ത അത്ര ഭീകരതയിൽ പെരുമാറുന്നത്. അപ്പോൾ ഭാവപ്പകർച്ചയോടുകൂടി സദസ്സിൽ പ്രവേശിച്ചു. പരാക്രമത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ശൂലം ഉയർത്തിപ്പിടിച്ച് അസുരന്മാരോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇനി എഗെയിൻ 4ഉം 5ഉം ശ്ലോകങ്ങൾ ഒപ്പം പോവും. ഈ 2 വരിയാണ്. ഭോ ഭോ ദാനവദൈത്യേയ വിമൂർധം സ്ത്രക്ഷ ശംബരാശതബാഹോ ഹയഗ്രീവ നമുജേ പാക ഇല്വല വിപ്രജിത്തെ മമ വച പുലോമൻ ശകുനാദയ ശൃണ്വത അനന്തരം സർവേ ക്രിയതാം ആശുമാചിരം. ഞാൻ പറയുന്നത് ചെവി തന്ന് കേൾക്കൂ, എന്നിട്ട് നിങ്ങൾ സമാധാനം പറയുന്നതാണ്. എനിക്ക് പറയാനുള്ളത് പറയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുത്ത് എന്ത് ചെയ്യണമെന്ന് ചെയ്യുക. ഇതാണ് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ അവിടെ പറഞ്ഞു, എൻ്റെ വാക്കിനെ നിങ്ങൾ കേൾക്കുവിൻ, അനന്തരം അതിന് ശേഷം ചെയ്യുവിൻ, കാലം അതിക്രമിക്കരുത്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കാൻ അലംഭാവം ഉണ്ടാവാൻ പാടില്ല എന്നാ. വട്ടൊന്ന് മുറി 2 ആയിരിക്കണം. എന്നാലോ അത് മറ്റുള്ളവർക്ക് പ്രിയമായിരിക്കണം, കാര്യസാധ്യത ഉണ്ടാവണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. അല്ലയോ ദാനവദൈത്യന്മാരെ, ഹേ ദിമൂർധാവേ ത്രക്ഷ ശംബര ശതബാഹു ഹയഗ്രീവ നമുജേ. ഒരാളുടെ പേരെന്താ ഉണ്ടോ? പാകം എന്നല്ല, പാക. ഇല്ലല വിപ്രജിത്തെ പുലോമൻ ശകുനാദികളെ, നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് മനസ്സിരുത്തി കേൾക്കുകയും കാലതാമസം ഒട്ടും വരുത്താതെ അപ്രകാരം പ്രവർത്തിക്കുകയും വേണം എന്ന് പറഞ്ഞു. ശരി, അടുത്തത് ശ്ലോകം 6. എന്താ പറഞ്ഞത്? സപ്തനൈർഘാതിത ക്ഷുദ്രൈ ഭ്രാതാമേദൈത സുഹൃത് പാശനിഗ്രാഹേണ ഹരിണ സമേനാപ്യൂപധാവനൈഹി. തുച്ഛന്മാരായ ശത്രുക്കളാൽ സമാനനാണെങ്കിലും ഭജനങ്ങൾ കൊണ്ട് സഹായഭൂതനായ ഹരിയെക്കൊണ്ട് പ്രിയപ്പെട്ടവനും ഹിതകാരിയുമായ എൻ്റെ സഹോദരൻ വധിക്കപ്പെട്ടു. അതിന് പകരം ചോദിക്കണം, അതാണ് ഉദ്ദേശം. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? ശ്രീഹരി എല്ലാവരിലും സമഭാവനയുള്ളവനാണെങ്കിലും ആസുരീയ ബുദ്ധിയുള്ളവരും കൂടി സമ്മതിക്കുന്നുണ്ട്. എന്താ? ശ്രീഹരി എല്ലാവരിലും സമഭാവനയുള്ളവനാണ്. നമ്മൾക്ക് ഇനി നേരം വിളിച്ചായിട്ടില്ല അല്ലേ? പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മുടെ സഹോദരന്മാർക്ക് ഇന്ന് പ്രത്യേകം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ദേവന്മാർ അവനെ ബഹുപ്രകാരത്തിൽ ഭജിക്കുക നിമിത്തം അവർക്കും സഹായിയായി ഭവിച്ചു. അപ്പൊ സത്യത്തിൽ അതൊരു അജ്ഞത കൊണ്ട് പറയാണ്. എന്താ? പല ബഹുപ്രകാരം സത്യത്തിൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അത് അന്തര്യാമിയാണ്, അദ്വൈതമാണെന്നൊക്കെ അറിഞ്ഞാലേ ഫലം ഉണ്ടാവുള്ളൂ. മറ്റുള്ളത് കാര്യസാധ്യതകൾ നടക്കും. ശാന്തിയും സമാധാനം അപ്പോഴും ഉണ്ടാവില്ല. ശാന്തിയും സമാധാനം വേണോ? ഭഗവാൻ ഒന്നാണ്, ഒരാളാണെന്നും ഒരു ശക്തിയാണെന്നും ആ ശക്തി എല്ലാവരിലും ഉണ്ടെന്നും അതുകൊണ്ട് ബന്ധു മിത്രം ശത്രു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ മനസ്സിലാക്കി ഈശ്വരനെ ഉപാസിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ വേറെ ഒന്നും മനസ്സിലുണ്ടാവാൻ പാടില്ല.
അവിടെയാണ് പ്രശ്നം. അപ്പോൾ പറഞ്ഞു, നമ്മുടെ ശത്രുക്കളും ഒന്നിനും കൊള്ളരുതാത്തവരുമായ ആ ദേവന്മാർ സഹായിയായ ആ ഹരിയെ കൊണ്ട് എൻ്റെ ആജ്ഞയെ സാദരം പരിപാലിക്കുന്ന ഹിതകാരിയും പ്രിയനുമായ സഹോദരനെ വധിച്ചു എന്നാണ് ആക്ഷേപം. തുച്ഛന്മാരായ ദേവന്മാർക്ക് നേരിട്ട് വധിപ്പാൻ ഒരു കാലത്തും സാധിക്കുകയില്ല. ഈശ്വരന് മാത്രമേ പറ്റുള്ളത്. സമസ്വഭാവനായ ഹരി എൻ്റെ സഹോദരനെ വധിച്ചത് സ്വന്തമായ ആവശ്യത്തിനല്ല, ദേവന്മാരുടെ ഭജനവിധികൾ നിമിത്തം അവർക്ക് വശനായിട്ട് ഇപ്രകാരം ചെയ്തതാണ് എന്ന് പറഞ്ഞു. ഒരു കുറ്റാരോപണമാണെന്ന് ശരിക്കും ഉണ്ടാകുക അല്ലേ? കാരണം ഭഗവാൻ നിഷ്ക്രിയനാണ്. ഭഗവാൻ ആരെയും സഹായിക്കണില്ല. അവരവരുടെ കർമ്മങ്ങൾ ശരിയായാൽ മതി. പിന്നെ ഭഗവാൻ ഒരു ഉത്തരവാദിത്വമുണ്ട്, ധർമ്മത്തെ പരിരക്ഷിക്കുക. അതിന് അഗെയിൻസ്റ്റ് ആരാണെങ്കിലും ശരി ഇല്ലേ? രാമായണത്തിലെ സാക്ഷാൽ അനന്തൻ്റെ തിരുവതാരമായിരിക്കുന്ന ലക്ഷ്മണനെ ത്യജിക്കേണ്ടി വന്നപ്പോൾ ത്യജിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ലോകോപകാരത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇനി 7ഉം 8ഉം ശ്ലോകങ്ങൾ, 7ാമത്തെയും 8ാമത്തെയും ശ്ലോകങ്ങൾ ഒപ്പം പോവും. എങ്ങനെ? തസ്യ ത്യക്ത സ്വഭാവസ്യ ഗൃണേർമായാവനോഗസ ഭജന്തം ഭജമാനസ്യ ബാലസ്യേവാസ്ഥിരാത്മനാം മശൂലഭിന്നഗ്രീവസ്യ ഭൂരിണാ രുധിരേണ വൈ രുധിരപ്രിയം തൽപയിഷ്യേ ഭ്രാതരം മേ ഗതവ്യഥ. 2 ശ്ലോകം. അതിൻ്റെ ഭാവാർത്ഥം പറയണത്, ഉപേക്ഷിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനും ശുദ്ധതേജോമയനാണെങ്കിലും കപടത്താൽ മൃഗമായി ഭവിച്ചവനും ഭജിക്കുന്നവനും അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഭജിക്കുന്നവനെ ഭജിക്കും. ആരെ? ഞാൻ ഈശ്വരനെ ഭജിച്ചാൽ എൻ്റെ വൈഭവങ്ങൾ ഭഗവാൻ നോക്കി വരുന്നുണ്ട്. അപ്പം നിങ്ങളും ഭഗവാനെ ഭജിക്കണം നിഷ്കാമമായിട്ട്. പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഭജിച്ചാൽ അത് നടക്കുന്നല്ലാണ്ട് ശാന്തി സമാധാനം ഉണ്ടാവില്ല. അപ്പം ഭജിക്കുന്നവനാണ് ഈശ്വരൻ. പിന്നെ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, എന്താ ചില കാര്യങ്ങൾക്ക് മുടക്കം വരുന്നത്? അത് നമ്മൾ വിരിച്ചെന്നിരിക്കാൻ പറ്റില്ല. കാരണം അതിന് കാരണം ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അപ്പം ഏറ്റവും നല്ലത് എന്താ? വെയിറ്റ് ആൻഡ് സീ. ക്ഷമ വേണം. പേഷ്യൻസ് ആൻഡ് പെർസീവറൻസ് ആർ ബോത്ത് ഹാൻഡ്സ്. നമുക്ക് 2 കൈകളുണ്ട്. ഒന്ന് ക്ഷമയുടെയും ഒന്ന് പരിഹാരങ്ങൾ വരണവരെ ക്ഷമിക്കാനുള്ള സന്നദ്ധതയും. സഹനശക്തി എന്ന് പറയും. ആ സഹനശക്തി ഇല്ലെങ്കിൽ ജീവിതം താളം തെറ്റും. അപ്പോൾ ബാലൻ്റേതുപോലെ സ്ഥിരമല്ലാത്ത മനസ്സോടുകൂടിയവനും നിഷ്കളങ്കാണ്. അതാണ് ഇങ്ങനെ പറഞ്ഞത്. എൻ്റെ ശൂലത്താൽ മുറിക്കപ്പെട്ട കണ്ഠത്തോടുകൂടിയവനുമായ, അത് ആ മനപ്പായസം അങ്ങനെ കുടിക്കണേ, ആ ഹരിയുടെ അധികരിച്ച രക്തത്തിൽ പ്രിയത്തോടുകൂടിയ എൻ്റെ സഹോദരനെ തൃപ്തനാക്കുന്നേൻ, ദുഃഖം തീർന്നവനായിട്ട് ഭവിക്കുന്നേൻ. ഞാൻ അങ്ങനെ ചെയ്യും. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. ഇതാണ് പറഞ്ഞേണ്ട താല്പര്യം. അതിൻ്റെ ഭാവാർത്ഥം എന്താ നോക്കാം. ദേവന്മാർക്കു വേണ്ടി എൻ്റെ സഹോദരനെ വധിച്ച ഹരിയുടെ കണ്ഠത്തെ എൻ്റെ ശൂലം കൊണ്ട് മുറിച്ചിട്ട് അതിൽ നിന്നൊഴുകുന്ന അധികരിച്ച രക്തത്താൽ രുധിരപ്രിയനായ എൻ്റെ സഹോദരന് തർപ്പണം ചെയ്തിട്ട് എൻ്റെ വ്യസനം തീർക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീഹരി സർവേശ്വരനല്ലയോ, എനിക്ക് അവനെ ഹനിപ്പാൻ കഴിയുമോ എന്ന ശങ്ക നിങ്ങൾക്ക് വേണ്ട. അവൻ്റെ ഈശ്വരത്വം നശിച്ചിരിക്കുന്നു. ഇതിപ്പോൾ എങ്ങനെയെന്ന് വിചാരിച്ചാൽ, ഒരു അധർമ്മിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം അധർമ്മമാകുന്ന കണ്ണുകളെ കൊണ്ട് നോക്കുമ്പോൾ അധർമ്മമായിട്ടേ കാണുള്ളൂ. നേരെ മറിച്ച് ധർമ്മിഷ്ഠന്മാരാണെങ്കിലോ ധാർമ്മികമായ ചിന്തകളെ കൊണ്ട് അവലോകനം ചെയ്യുമ്പോൾ അവർക്ക് ഏതൊരാളിലും അധർമ്മം കാണാൻ പറ്റില്ല, ധർമ്മം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിന് പ്രത്യേക ഒരു ഉദാഹരണം മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. എന്താ? ദ്രോണാചാര്യര് കൗരവർക്കും പാണ്ഡവർക്കും
കൂടി നടത്തി വന്നിരുന്ന ആയോധന കലകൾ എല്ലാം കഴിഞ്ഞു. ആ ഗുരുദക്ഷിണ സമയം വരികയാണ്. അപ്പോൾ ഒരു പരീക്ഷണമൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പബ്ലിക്കിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ദ്രോണാചാര്യര് ദുര്യോധനനെയും ധർമ്മപുത്രരെയും വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞു. ഓരോരുത്തരെയും വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞു, ദുര്യോധന, ഈ ലോകത്തിൽ അധർമ്മം ചെയ്യുന്നവരെ അല്ലെങ്കിൽ ധർമ്മിഷ്ഠന്മാരെ ആരാ ഒന്ന് പിടിച്ചു വരുമെന്ന് പറഞ്ഞു. അതേമാതിരി ധർമ്മപുത്രരോട് പറഞ്ഞു, അധർമ്മം ചെയ്യുന്നവരാരാ. അങ്ങനെ രണ്ടു കൂട്ടരും പുറപ്പെട്ടു. രണ്ടു കൂട്ടരും ലോകം മുഴുവൻ ചുറ്റിട്ട് വന്നിട്ട് പറഞ്ഞു, ധർമ്മിഷ്ഠന്മാരായിട്ട് ഞാൻ ആരേനെയും കാണില്ല എന്നാരാ പറഞ്ഞത്? ദുര്യോധനൻ. കാരണം ദുര്യോധനൻ അധർമ്മിയാണ്. അയാൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അങ്ങനെ ധർമ്മപുത്രൻ വന്നപ്പോൾ എല്ലാവരും എന്നെപ്പോലെ ധർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്, അധർമ്മന്മാരാരുമില്ല. അപ്പം ഈ ദുര്യോധനാദികൾ അധർമ്മം ചെയ്തിട്ടാണ് കൃഷ്ണൻ ദൂത് പറയാൻ പോണത്, പറഞ്ഞിട്ടുള്ളത്, യുദ്ധം ഉണ്ടാവാൻ പോണത് എന്നൊക്കെ, അതൊക്കെ വേറെ കാര്യം. ഇതിപ്പോൾ വളരെ മുമ്പേ ഉള്ളൂ, ഇതിനൊക്കെ മുമ്പേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു ഗുണപാഠം പഠിക്കണം. ഏത് മാധ്യമത്തിൽ കൂടെയാണ് നമ്മൾ നോക്കണത്, അതേ നമ്മൾക്ക് സ്വീകാര്യമുള്ളൂ. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഈ വെള്ളത്തിനും വായുവിനൊന്നും ശാശ്വതമായിട്ടൊരു രൂപമില്ല ഈശ്വരനും. അതേപോലെ ഇത് പറയാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. എങ്ങനെയെന്നാൽ സമത്വമാണ് ഈശ്വര ലക്ഷണം. അപ്പോൾ ഈശ്വര ലക്ഷണം കണക്കാക്കാൻ മാത്രം നമ്മുടെ ബുദ്ധി വളർന്നിട്ടില്ല എന്നുള്ള തത്വശാസ്ത്രം ഇവിടെ എന്താ പറയുക, മൂടി വയ്ക്കപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ആ സ്വഭാവത്തെ ഉപേക്ഷിച്ചത് കൊണ്ട് ഈശ്വരത്വം നശിച്ചു. സേവിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക എന്നത് ബാലസ്വഭാവമാകുന്നു. തേജോമയനല്ലേ, ഹനിപ്പാൻ സാധിക്കുമോ എന്ന് വിചാരിക്കേണ്ട. കാപട്യം കാട്ടുന്നവരുടെ തേജസ്സും നശിക്കും. പറഞ്ഞത് സത്യമാണ്. പക്ഷെ അത് തന്നെ പറ്റിയിട്ടും ബാധകമാണെന്നുള്ളത് അറിയാനുള്ള വൈഭവം ഇദ്ദേഹത്തിന് ഇല്ലാതെ ഉണ്ടായി. അപ്പം കപടമായിട്ടാണ് മൃഗവേഷം, വരാഹരൂപം ധരിച്ചത്. അന്നുകൊണ്ട് അത് മായയാണെന്നുള്ളത് അറിയണില്ല. അതുകൊണ്ട് അസ്ഥിര സ്വഭാവനായ ഹരിയെ വധിപ്പാൻ ഞാൻ ശക്തനാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുവിൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ എൻ്റെ കോപവും വ്യസനവും അടങ്ങുകയുള്ളൂ എന്നുള്ള ഒരു എന്താണ് പറയുക, വൺ സൈഡഡ് തിങ്കിങ്ങിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്ന് സംസാരിച്ചു. ഇനി ശ്ലോകം 9 എന്താ പറയുന്നത് നോക്കൂ. തസ്മിൻ കുടേഹിതേ ദംഷേ നഷ്ടേ കൃത്തമൂലേ വനസ്പതൂ വിടപായി വസിഷ്യന്തി വിഷ്ണു പ്രാണാദിവൗകസാം. കപടമായ വ്യാപാരം അവൻ നാശത്തെ പ്രാപിച്ചാൽ വിഷ്ണുവാകുന്ന പ്രാണങ്ങളോടുകൂടിയ ദേവന്മാർ വൃക്ഷം മുറിക്കപ്പെട്ട മൂലത്തോടുകൂടിയിരിക്കുമ്പോൾ ശാഖകൾ എന്ന പോലെ ശോഷിക്കും. അതായത് വലിയൊരു മരം ഉണങ്ങാൻ നല്ലതെന്താ? വേര് നശിപ്പിക്കുക. വേര് നശിപ്പിച്ചാൽ അത് ഉണങ്ങി. അപ്പം ഈ ദേവന്മാരുടെ ആശ്രയസ്ഥാനം മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണു ഇപ്പം കാപട്യം ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, ഇദ്ദേഹത്തിൻ്റെ നിഘണ്ടുപ്രകാരം സമത്വമില്ലാത്തവനില്ല എന്ന് തൻ്റെ ആശ്രിതന്മാരെ പറഞ്ഞ് ബോധിപ്പിച്ച് സ്പിരിറ്റ് കയറ്റി. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ നിഷ്പ്രയാസം വധിക്കാമെന്നും അങ്ങനെ ഇവരാരാധിക്കുന്ന വിഷ്ണു ഇല്ലാതെ കണ്ടായാൽ ഇവരെ ഞാൻ പറയുന്നത് കേൾക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. ദേവാന്മാരല്ലയോ നമ്മുടെ ശത്രുക്കൾ, അവരെയല്ലേ വധിക്കേണ്ടത്?
വിഷ്ണുവിനെ വധിച്ചാലും ദേവന്മാരുള്ളത് കൊണ്ട് നമുക്ക് പിന്നെയും അവരിൽ നിന്ന് ഉപദ്രവം നേരിടാതിരിക്കുമോ എന്നും നിങ്ങൾ ആലോചിക്കേണ്ട. അറിവാൻ കഴിയുന്ന വിധം പലവിധം കപടപ്രവർത്തികൾ കൊണ്ട് ദേവന്മാരെ സഹായിക്കുന്ന വിഷ്ണു നശിച്ചു എന്ന് വന്നാൽ വിഷ്ണുവാകുന്ന ജീവനോപായത്തോടു കൂടിയ ദേവന്മാർ വേരുമുറിഞ്ഞ മരത്തിൻ്റെ ശാഖകളെന്ന പോലെ ശീഘ്രം നശിക്കും. ഓരോ കൊമ്പും മുറിക്കുവാൻ പരിശ്രമിക്കുകയല്ല വേണ്ടത്. മരത്തിൻ്റെ വേര് മാത്രം മുറിച്ചാൽ കൊമ്പുകൾ ഉണങ്ങിക്കൊള്ളും എന്നുള്ള ഒരു വൺ സൈഡഡ് സത്യത്തിനെ ബോധിപ്പിച്ചു. ഇതൊക്കെ വൺ സൈഡഡ് എന്നാണ്. ആർക്ക് എങ്ങനെ വേണമെങ്കിലും ധർമ്മത്തെ നിർവചിക്കാം. പക്ഷെ ധർമ്മത്തെ നിർവചിക്കുന്നത് വ്യക്തികളുടെ മമതയ്ക്ക് വേണ്ടിയായിരിക്കരുത്, പ്രീതിക്ക് വേണ്ടിയിട്ടായിരിക്കണം, സമൂഹത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഇതല്ല, അവിടെയാണ് പ്രശ്നം. അപ്പം ഇനി ശ്ലോകം 10. താവൽ യാദഭുവം യൂയം വിപ്രക്ഷത്ര സമേധിതാം സുദയധ്വം തപോയജ്ഞ സ്വാധ്യായ വ്രതദാനിനാം. എന്താ വാക്കാർത്ഥം? ബ്രാഹ്മണർ, ക്ഷത്രിയർ ഇവരാൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതായ ഭൂമിയിലേക്ക് നിങ്ങൾ ഇപ്പോൾ പോകുവിൻ. തപസ്, യാഗം, സ്വാധ്യായം, വ്രതം, ദാനം എന്നിവ അനുഷ്ഠിക്കുന്നവരെ ഹനിക്കുവിൻ. അപ്പോൾ ആസുരീയതയ്ക്ക് നിരക്കാത്തതാണ് ഏത്? തപസ്, യാഗം, സ്വാധ്യായം, വ്രതം, ദാനം. ആധ്യാത്മിക നിലനിർത്തണമെങ്കിൽ ഈ പറഞ്ഞ തപസ്, യാഗം, സ്വാധ്യായം, വ്രതം, ദാനം വേണേ. ഈ സ്വാധ്യായം എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. കാരണം എന്താ? സ്വാധ്യായ പ്രതിബോധിതാം, അങ്ങനെ വരിക. സ്വാധ്യായമുള്ളവരൊക്കെ കാര്യങ്ങളെ ബോധിക്കാൻ പറ്റുള്ളൂ. ഇതറിയാണ്ട് പോണു. ഇപ്പോൾ സാധാരണ 99.99% ആൾക്കും പറ്റുന്ന പ്രശ്നം സ്വാധ്യായമില്ല. മലയാളമാണല്ലോ ഇപ്പോൾ നമ്മുടെ ഭാഷ. പക്ഷെ മലയാളത്തിലുള്ള ഭഗവത് ആഖ്യാനം വായിക്കാതെ കണ്ട് സംസ്കൃതത്തിൽ മലയാളം ലിപിയിലുള്ള സംസ്കൃത ശ്ലോകങ്ങൾ വായിച്ചതുകൊണ്ട് ആയില്ല. കാരണം അഗാധത്തിൽ മുങ്ങുന്നവനെ എന്ത് കിട്ടുള്ളൂ? രത്നം കിട്ടുള്ളൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രത്നം എന്ന് പറഞ്ഞത് എന്തിനെയാ? മോക്ഷത്തിനെയാണ്. മോക്ഷമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്തോ ആവട്ടെ, നമുക്ക് കുറേ പറയാനുണ്ട്. കുറേ കഴിയുമ്പോൾ ആൾക്കാർ മാറിയാൽ വളരെ നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. വിഷ്ണുവിനെ വധിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം സാധിക്കുന്നത് വരെ അതിന് അനുകൂല വ്യാപാരം ചെയ്യുവാനൊരുക്കമുള്ള നിങ്ങൾ ഉടനെ ഭൂലോകത്തിലേക്ക് പോകുവിൻ. ബ്രാഹ്മണർ, ക്ഷത്രിയർ ഇവരാണ് ഭൂമിയിൽ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നവർ. അതുകൊണ്ട് അവരെയും തപസ്, യാഗം, വേദാധ്യയനം, ഉപവാസാദി വ്രതങ്ങൾ, ദാനങ്ങൾ എന്നീ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഹനിക്കുവിൻ. അപ്പം ഇവിടെ ബ്രാഹ്മണരും പിന്നെ എന്താണ് പറഞ്ഞത്, ക്ഷത്രിയനും മറ്റേ വൈശ്യനും ശൂദ്രനും ഇവിടെ കൂട്ടിയിട്ടില്ല. കാരണം എന്താ? വൈശ്യൻ്റെ സ്വത്തില്ല. വൈശ്യൻ ക്രയവിക്രയം ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ശൂദ്രനോ ബ്രാഹ്മണരെ സേവ ചെയ്തിട്ടും, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ ധർമ്മം പിന്നെ പവറ് ബ്രാഹ്മണരിലും പിന്നെ ക്ഷത്രിയനിലാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയാൻ കാരണം. ഇനി ശ്ലോകം 11 എന്താ? വിഷ്ണുർദ്വിജക്രിയാമൂലോ ധർമ്മമയ യജ്ഞോ ധർമ്മമയ പുമാൻ ദേവർഷി പിതൃഭൂതാനാം ധർമ്മസ്യ ച പരായണം. എന്താ പറഞ്ഞത്? വിഷ്ണു ബ്രാഹ്മണകർമ്മമാകുന്ന മൂലത്തോടു കൂടിയവനും ധർമ്മസ്വരൂപനും യാഗസ്വരൂപനും ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഭൂതങ്ങൾ ഇവർക്കും ധർമ്മത്തിനും
ആശയഭൂതനുമായ പുരുഷനാകുന്നു. ആശ്രയഭൂതൻ എല്ലാവർക്കും ശരിക്കും ആശ്രയഭൂതൻ ആരാ? ഈശ്വരനാണ്. ആ ഈശ്വരൻ അവരവരുടെ ഉള്ളിൽ അന്തര്യാമിയായി കൂടസ്ഥനായി സർവജീവ ഗുഹാശനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധമില്ല. അതുകൊണ്ടാണ് ഇവിടെ ദ്വൈതത്തിൽ ഇരിക്കുക കാരണമാണ് രജോ ഗുണം മുറ്റി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ആരെ അപലപിക്കുന്നത്? ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ബ്രാഹ്മണാദികൾ എന്ത് അപരാധം ചെയ്തു? അവരെ ഹനിക്കുന്നത് എന്തിനാണെന്നുള്ള ശങ്ക തീർക്കുന്നു. ബ്രാഹ്മണർ അനുഷ്ഠിക്കുന്ന ധർമ്മങ്ങളാണ് വിഷ്ണുവിൻ്റെ പ്രധാന അവയവം. ഈ രൂപമില്ലാത്ത ആളുടെ യശസ് ബ്രാഹ്മണർ ചെയ്യുന്ന യജ്ഞങ്ങളാണ്, യാഗയജ്ഞങ്ങളിലാണ്. അപ്പോൾ പറയണു, അതെ, ഋഷികൾ പിതൃക്കൾ ധർമ്മം ഇവരുടെ ആശ്രയഭൂതനും വിഷ്ണു തന്നെ. ബ്രാഹ്മണാദികൾ എന്നെ ആശ്രയിക്കാതെ വിഷ്ണുവിനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ടും വിഷ്ണു സ്വരൂപമായ യജ്ഞത്തെ നടത്തുന്നവരായതുകൊണ്ടും അവരെ ഹനിച്ചാൽ സഹായികളുടെ വധം നിമിത്തം ക്ലേശിക്കുന്ന വിഷ്ണുവിനെ നിഷ്പ്രയാസം ഹനിക്കാം. ഇതാണ് തെറ്റിദ്ധാരണാജനകമായ ഒരു കൺക്ലൂഷനിലാണ് ഇദ്ദേഹം. കാരണം ഭഗവാൻ സർവവ്യാപിയാണെന്നും സർവജ്ഞനാണെന്നും ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് യജ്ഞങ്ങളും യാഗങ്ങളും നടത്തുന്നതെന്നും അതിൽ കർത്തൃത്വബോധം ബ്രാഹ്മണർക്ക് ഇല്ല എന്നുള്ള സത്യത്തെ ഇദ്ദേഹം അറിയാതെ കണ്ടുപോയി. അപ്പോൾ ശത്രുവിനെ ജയിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ഒന്നാമതായിട്ട് ശത്രു സഹായികളെയും ശത്രുവിനെ ആശ്രയിച്ചവരെയുമാണ് വധിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ബ്രാഹ്മണാധിപത്യത്തിനായി ഒരുങ്ങി ഭൂമിയിലേക്ക് പോകുവിൻ എന്നാണ് കമാൻഡ് കൊടുത്തത്. ഇനി ശ്ലോകം 17. യത്ര യത്ര ദ്വിജാഗാവോ വേദാവർണാശ്രമാ ക്രിയാ തം തം ജനപദം യാത സന്ദീപയത വൃച്ഛതാ. അതായത് എവിടെ എവിടെ ബ്രാഹ്മണർ ഗോക്കൾ വേദങ്ങൾ ജാതികളെയും ആശ്രമങ്ങളെയും അനുസരിച്ച് ഉള്ള അനുഷ്ഠാനങ്ങൾ അതത് ഗ്രാമത്തെ പ്രാപിക്കുവിൻ, തീ വയ്ക്കുവിൻ, സംഹരിക്കുവിൻ എന്നൊരു ബ്ലാങ്കറ്റ് ഓർഡറാണ് കൊടുത്തത് പ്രവിഷയം. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറയണു. അവിടെ ഏതേത് ദിക്കിൽ ബ്രാഹ്മണരും പശുക്കളും വർണ്ണാശ്രമാദികളെ ആസ്പദിച്ചുള്ള ക്രിയകളും നടക്കുന്നുണ്ടോ അതത് ദിക്കിൽ ദേശങ്ങളിൽ നിങ്ങൾ പ്രവേശിച്ചിട്ട് അവരെ എല്ലാം വധിക്കണം. ഗ്രാമങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും ഉപജീവന പദാർത്ഥങ്ങളെ ജനിപ്പിക്കുന്ന വൃക്ഷസസ്യാദികളെ മുറിച്ചു കളയുകയും വേണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാനുള്ള പരമോപദേശം. തർക്കടില്ല അല്ലേ? പൊതുവെ ഹിംസ പാടില്ല എന്നാണ്, അഹിംസാപരമോ ധർമ്മ എന്നുള്ളതാണ് സനാതന ധർമ്മത്തിൻ്റെ നാരായ പേര്. പക്ഷേ ഈ എന്താ പറയുക, അജ്ഞത മാത്രം കൈമുതലായിട്ടുള്ള ഈ രാക്ഷസീയ സ്വഭാവക്കാരൻ അല്ലേ, പിന്നെ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന് മാത്രമേ അദ്ദേഹം വിചാരിച്ചുള്ളൂ. അത് നടക്കില്ല എന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഇനി 13ാമത്തെ ശ്ലോകം പറഞ്ഞിട്ട് നിർത്താം. 13ാമത്തെ ശ്ലോകം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതി തേ ഭർതൃനിർദ്ദേശം ആദായ ശിരസ ആദ്യതാ തഥാ പ്രജാനാം കഥനം വിദധ്യ കഥനപ്രിയ. എന്താണത്? കഥ ഉപദ്രവിക്കുന്നതിൽ ഇഷ്ടത്തോടു കൂടിയ സാഡിസ്റ്റ് ലോകം ഇംഗ്ലീഷിൽ പറയും. സാഡിസ്റ്റ്, മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടായി കാണാൻ സന്തോഷിക്കുന്നവർ. കഥനപ്രിയ, ഉപദ്രവിക്കുന്നതിൽ ഇഷ്ടത്തോടു കൂടിയ അല്ലേ. ചില പിന്നെ ആൾക്കാരെ ആണുങ്ങൾ മറ്റ് കുടുംബ വീട്ടുകളിലൊക്കെ അവിടെ ചെറിയ ചെറിയ കുട്ടികൾ പപ്പടം തിന്നുണ്ടാവും. പാപ്പ എന്താണെങ്കിലും ആയിക്കോട്ടെ, അങ്കിൾക്ക് തരുമോ ഏട്ടന് തരുമോ ചോദിക്കുക. ആദ്യം ഇല്ല പറയും. ഇവർ അത് ബലം പ്രയോഗിച്ച് വാങ്ങും. അപ്പോൾ കുട്ടി കരയും. ആ കുട്ടി കരയണ കുട്ടീനെ താലോലിക്കാനോ കരച്ചിൽ മാറ്റാനോ ഇവന്മാർക്ക് പറ്റുമില്ല.
അങ്ങനെയുള്ളൊരവസ്ഥയ്ക്കാണ് സാഡിസ്റ്റ് ലോകം എന്ന് പറഞ്ഞത്. അത് കുടുംബത്തിലും ഉണ്ട്. എങ്ങനെ ഒരാൾ അതായത് വീട്ടിൽ റിപ്പിൾസ്, കലഹം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒന്ന് എന്താ പറയുക, ഒന്ന് കൂടിയാൽ മറ്റേ പാർട്ടി ഐദർ സ്പൗസ് വിചാരിക്കും ഞാനാണ് സൂപ്പർ പവർ എന്നുള്ളത്. അത് ആ കുടുംബത്തിൻ്റെ ഭദ്രതയെ നശിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു സോഷ്യൽ സ്റ്റഡി, മാത്തമാറ്റിക്സ്, പ്യൂർ സയൻസ് ഒക്കെ എല്ലാ സബ്ജക്റ്റും ഉണ്ട് ഭാഗത്തിൽ. എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പറഞ്ഞു, ആദരത്തോടു കൂടിയവരായിട്ട് ശിരസ് കൊണ്ടുവഹിച്ച് അപ്രകാരം പ്രജകളുടെ ഉപദ്രവത്തെ ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട്. എന്താ അത്? അസുരന്മാരുടെ സ്വഭാവം തന്നെ പരോപദ്രവം ചെയ്യലാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ ഇടയിൽ ബാലാനാം യുവാനാം വൃദ്ധാനാം അസുരന്മാരുണ്ട്. എന്താ അവരുടെ കൈമുതല്? സ്വഭാവം തന്നെ പരോപദ്രവം, മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാൻ. അത് സഹോദരിമാരുടെ രൂപത്തിലും സഹോദരന്മാരുടെ രൂപത്തിലും അച്ഛനമ്മമാരുടെ രൂപത്തിലും നെയ്ബേഴ്സിൻ്റെ രൂപത്തിലും പിന്നെ പത്രക്കാരുടെ രൂപത്തിലും എന്ന് വേണ്ട എല്ലാ തുറകളിലും ആസുരീയ ബുദ്ധിയുള്ളവരുണ്ട്. അപ്പോൾ പറഞ്ഞു, സ്വാമി കൽപ്പനയും കൂടി സിദ്ധിച്ചപ്പോൾ അതിസന്തുഷ്ടരായ അവർ ആദരപൂർവം സ്വാമി ആജ്ഞ ശിരസാ സ്വീകരിച്ചു. കൽപ്പന പ്രകാരം പ്രജകളെ ഉപദ്രവിച്ചു തുടങ്ങി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ശേഷമുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ. നിർലോഭം വേണമെന്നുണ്ടെങ്കിൽ 100% നിഷ്കളങ്ക മനസ്സോടുകൂടി നിഷ്കാമന്മാരായിട്ട് എല്ലാ കർമ്മങ്ങളും ഈശ്വരപ്രീതിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇറ്റ് ഈസ് ആൻ അഷ്വേഡ് അവസ്ഥ. ഏത്? മോക്ഷം, മുമുക്ഷുത്വം അഷ്വേഡാണ്. ഞാൻ എൻ്റെ ജീവിത അഭിപ്രായത്തിൽ നിന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.